മോൺസിഞ്ഞോർ ജസ്റ്റിൻ മലത്തിപ്പറമ്പിൽ പിതാവിന് നമുക്ക് നൽകിയ അദ്ദേഹത്തിന്റെ പിതാവിയുടെ സന്നിധിയിലാണ്. മാതാവ് സ്വർഗത്തിലിരുന്ന് ഈ തിരുക്കർമ്മം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ ആ പിതാവിന് നന്ദി പറയുകയാണ്. ഈ മകൻ പഠിച്ച ഏറ്റവും വലിയ കോളേജ്, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കുടുംബമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം അത് അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസം, കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രത്യാശ, കുടുംബത്തിൽ നിന്ന് കിട്ടിയ മറ്റെല്ലാ കാര്യങ്ങളും സ്നേഹവും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി. അദ്ദേഹം ഇന്ന് മെത്രാനായതിന്റെ പിന്നിൽ സ്വർഗത്തിലിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ അമ്മച്ചി ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിത് വളരെ പ്രൗഢമായൊരു സദസ്സാണ്. 2 സഭകളുടെ തലവന്മാരിവിടെ ഉണ്ട്. ധാരാളം മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ, അങ്ങനെ ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭ ഇന്നിവിടെ പൂർണ്ണമായിട്ടും സന്നിഹിതമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ഒന്നാമതായിട്ട് കമ്മ്യൂണിയൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ കൂട്ടായ്മയിലാണ്. രണ്ടാമതായിട്ട് കമ്മ്യൂണിയൻ ഓഫ് സാക്രമെന്റ്സ്, കൂദാശകളുടെ കൂട്ടായ്മയിലാണ്. മൂന്നാമതായിട്ട് കമ്മ്യൂണിയൻ ഓഫ് മജിസ്റ്റേരിയം, അപ്പസ്തോലിക പ്രബോധനങ്ങളുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടി ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ സഭ ഇവിടെ ജീവിക്കുന്നുവെന്ന്, സഭ ഇവിടെ വളരുന്നുവെന്ന് ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും സഭ ക്രിസ്തുവിന്റെ സഭയാണെന്ന്, ഇതിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറക്കെ പറയുവാനായിട്ട് നമുക്ക് തോന്നുകയാണ്. 1965 ഒക്ടോബർ 28 രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന്റെ അവസാനത്തെ സെഷനിൽ കുർബാന സമയത്ത് വിശുദ്ധനായ പോൾ 6 മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്നത്തെ ഈ തിരുപ്പെട്ട ദാനങ്ങൾ നമ്മോട് പറയുന്നത് സഭ ഇന്നും ജീവിക്കുന്നുവെന്നാണ്. നമ്മുടെ ഒരുമിച്ച് വരവ് സഭയുടെ ജീവിക്കുന്ന സ്പന്ദനമാണ്. സഭ ജീവിക്കുന്നു കാരണം നമ്മുടെ സഭ ചിന്തിക്കുന്നു, നമ്മുടെ സഭ സംസാരിക്കുന്നു, നമ്മുടെ സഭ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സഭ വളരുന്നു. സഭ അതിനെ തന്നെ ഓരോ നിമിഷവും വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു, നവീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വിജയപുരം രൂപതയുടെ മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മോൺസിഞ്ഞോർ ജസ്റ്റിൻ തികച്ചും യോഗ്യനായ ഒരു വ്യക്തിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ എ മാൻ ഓഫ് റെപ്യൂട്ടേഷൻ, സൽപ്പേരുള്ളവനാണ്. എ മാൻ filled with the Holy Spirit, ആത്മാവിൽ നിറഞ്ഞവനാണ്. A man of wisdom, വിജ്ഞാനമുള്ളവനാണ്, അറിവുള്ളവനാണ്. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് ആധികാരികമായി പറയുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്നറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മെത്രാനാക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് എൻ്റെ വികാരി ജനറലായ
മോൺസിഞ്ഞൂർ ജെൻസൺ പുത്തൻപേട്ടിൽ. അദ്ദേഹം ബിഷപ്പായി പ്രഖ്യാപിച്ചത് മുതൽ വളരെ വാചാലമായിട്ട് ഈ ജസ്റ്റിൻ മടത്തിൽപ്പറമ്പിനെ കുറിച്ച് എൻ്റെ മോൺസിഞ്ഞൂർ എപ്പോഴും പറയാറുണ്ടായിരുന്നു. മോൺസിഞ്ഞൂർ ജസ്റ്റിനോട് ഇന്ന് എനിക്ക് പറയാനുള്ളത്, പലരും മെത്രാന സ്ഥാനത്തെ കുറിച്ച് പലതും താങ്കളോട് പറയും, താങ്കളെ പേടിപ്പിക്കും. ഇന്ന് കർത്താവ് താങ്കളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ഇപ്പോൾ മാത്രമല്ല, ലോകാവസാനം വരെ നിന്നോടുകൂടി ഉണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല, ഇന്ന് ജസ്റ്റിൻ മോൺസിഞ്ഞൂറിനോട് കർത്താവ് പറയുന്നു, പത്രോസിനോട് പറഞ്ഞതുപോലെ, പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ പള്ളിയെ ഞാൻ പണിയും, നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന്. ഈ പത്രോസിന്റെ വിശ്വാസത്തിൽ പടുത്തുയർത്തിയ ഈ സഭയെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? 25 വർഷക്കാലത്തെ എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. ഞാൻ മെത്രാനായിട്ട് 25 വർഷമായി. എനിക്ക് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല, ഭയപ്പെടാനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. എന്റെ നല്ലവരായ ജനങ്ങൾ, എന്റെ നല്ലവരായ വൈദികർ, എന്റെ നല്ലവരായ സമർപ്പിതർ എന്റെ ജീവിതത്തെ ഓരോ നിമിഷവും ധന്യമാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടത് ദൈവത്തിൽ ഒന്നാമതായിട്ട് ആശ്രയിക്കുക, രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ജനങ്ങളിലേക്ക് എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി ചേരുവാൻ പഠിക്കുക. അവർക്ക് വേണ്ടിയാണ് നമ്മൾ മെത്രാന്മാരായിരിക്കുന്നതെന്നും അവരുടെ ജീവിതത്തെ ധന്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഒരു മെത്രാൻ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും ദൈവജനത്തിന്റെ ജീവിതവും സമ്പന്നമായി തീരും. നമുക്കറിയാം, കടങ്ങൾ എഴുതി തള്ളാം, പക്ഷെ ഒരു കാര്യം, മനുഷ്യരെ എഴുതി തള്ളരുത്. ഒരു ഇടവകയിൽ ഒരു പുതിയ വൈദികൻ വന്നു. അദ്ദേഹം വീട് വെഞ്ചരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ കപ്പ്യാരുണ്ട്, പള്ളിയിലെ കൈക്കാരന്മാരൊക്കെ ഉണ്ട്. അവരിങ്ങനെ പല കുടുംബങ്ങളും കൈ ഇറങ്ങി പ്രാർത്ഥിച്ചു പോന്നു. ഒരു വീടിനടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കൈക്കാരന്മാരും കപ്പ്യാരും കൂടി പറഞ്ഞു, അച്ഛാ, ആ വീട്ടിൽ വൈദികരാരും പോകാറില്ല, അതുകൊണ്ട് നമുക്കും പോകണ്ട എന്ന്. 25 വർഷമായിട്ട് ഒരു വൈദികൻ പോലും കാലുകുത്താത്ത ഒരു ഭവനം. ആ വൈദികൻ തിരിച്ചു പോന്നു. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുവാനും കിടന്നു. കർത്താവ് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ആ വീട്ടിൽ പോയില്ല? ആ വീടിനെയും രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഇവിടേക്ക് അയച്ചതെന്ന്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് ആരെയും വിളിക്കാതെ ഒരു കുടയും കുത്തിപ്പിടിച്ചുകൊണ്ട് ആ വൈദികൻ ആ വീട്ടിലേക്ക് പോവുകയാണ്. അവരൊരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല. അടുത്ത വീട്ടുകാരോട് ചോദിച്ചു. അവര് പറഞ്ഞു, അവര് അമ്മയെയും കൊണ്ട് ആസ്പത്രിയിൽ പോയിരിക്കുകയാണെന്ന്. അദ്ദേഹം അവിടെ വീടിന്റെ തിണ്ണയിൽ കയറിയിരുന്നു. ഒരു 12 മണിയായപ്പോൾ ഒരു കാറ് വന്നു നിന്നു. ആ കാറിൽ നിന്നും പ്രായമായ അമ്മയും മകനും മകളും കയറി ഇറങ്ങി വന്നു. അച്ഛനെ കണ്ട് അവർ ഞെട്ടിപ്പോയി. 25 വർഷമായിട്ട് ഒരു വൈദികൻ പോലും സന്ദർശിക്കാത്ത ഭവനം. അവരാകെ ഞെട്ടിപ്പോയി. അച്ഛനെ കണ്ട് മുകളിൽ വന്ന് അച്ഛന് സ്തുതി പറഞ്ഞു, അച്ഛനോട് കുശലം പറഞ്ഞു സംസാരിച്ചു. എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാമോ?
വലിയ ഭക്ഷണമൊന്നുമല്ല, ഞങ്ങൾ കഴിക്കുന്ന കൊച്ചു ഭക്ഷണം കഴിക്കാമോ? അച്ഛൻ പറഞ്ഞു അതിനെന്താ വിരോധം, നമുക്ക് കഴിക്കാം. അച്ഛൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നു. അച്ഛൻ ഒരിക്കലും അവരോട് ചോദിച്ചില്ല, എന്താണ് പള്ളിയിൽ വരാത്തത്, എന്താ നിങ്ങൾ ഇത്രയും കാലം പള്ളിയോട് അടുത്തിരിക്കാത്തെന്ന് ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പിന്നത്തെ ഞായറാഴ്ച അച്ഛൻ അൾത്താരിൽ വന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ പള്ളിയുടെ മുന്നിലായിട്ട് ഈ അമ്മയും മകനും ഭാര്യയും 3 മക്കളും കൈകൾ കൂപ്പി നിൽക്കുകയായിരുന്നു. അച്ഛന്റെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരയായി ഒഴുകി. കാരണം അച്ഛന്റെ ജീവിതം സഫലമായി, ധന്യമായി എന്ന് അച്ഛന് മനസ്സിലായി. ആ കുടുംബത്തെ കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നതിനുള്ള അവബോധത്തിലേക്ക് അച്ഛൻ കടന്നു വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുണ്ട്. ആ ആടുകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ വൈദികരോട്, സന്യസ്തരോട്, മെത്രാന്മാരോടൊക്കെ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, ഏതവസരത്തിലും എല്ലാവരെയും സ്വീകരിക്കാൻ, എല്ലാവരെയും അംഗീകരിക്കാൻ, എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ. ഒന്ന് മാത്രം ഞാൻ ഈ മോൺസിഞ്ഞർ ജസ്റ്റിനോട് പറയുന്നു, സോളമനെ പോലെ പ്രാർത്ഥിക്കുവാൻ പഠിക്കുക.